നമസ്കാരം. നമ്മുടെ ഒരു സൈറ്റിൽ ഒരുപോലെ എല്ലാ പെട്ടിയിൽ നിന്ന് തേനെടുക്കാൻ അടകൾ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ പെട്ടിയിൽ നിന്നും ഒരുപോലെ തേനെടുക്കാൻ പറ്റുള്ളൂ, ഒരുപോലെ തട്ട് കയറും. അപ്പോൾ അതിനുവേണ്ടി ഒരു സൈറ്റ് നോക്കി ഫുള്ളായ പെട്ടിയും അടകൾ കുറവുള്ള പെട്ടിയും നോക്കിയിട്ട്, ഇത് റാണിയാണ് കേട്ടോ, പെട്ടികളെല്ലാം നോക്കി അടകൾ കൂടുതൽ ഉള്ള പെട്ടിയിൽ നിന്ന് അടകൾ കുറച്ചുള്ള പെട്ടിയിലേക്ക് അടകൾ നൽകണം. അപ്പോൾ ഇത് ഒരു 4 അട, 5-ാമത്തെ അട കെട്ടി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതിലേക്കൊരു അട കൊടുക്കണം വേറൊരു പെട്ടിയിൽ നിന്ന്. അപ്പോൾ അതിന് ഇടേ സൈഡിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ എടുക്കുന്ന പെട്ടി ഫുള്ളായ പെട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഏറ്റവും നല്ല അട എടുക്കരുത്. ആ പെട്ടി നമ്മളൊരു അട എടുക്കുമ്പോൾ ആ പെട്ടിക്ക് ക്ഷീണം വരാതെ വേണം എടുക്കാൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ റാണിയെ നോക്കണം. റാണി ഇല്ലാതെ വേണം എടുക്കാൻ. ആദ്യത്തെ അടയിൽ അത്ര ഒരുപാട് മുട്ടയൊന്നും ഉള്ളതല്ല. അപ്പോൾ 2-ാമത്തെ അടയിൽ ചെറുതായിട്ട് മുട്ടയൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനേക്കാളും നല്ല അട വീണ്ടും ഇതിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുകയടിച്ച് കുറച്ച് ഈച്ചകളെ ഒഴിവാക്കി റാണി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അടകൾ സ്ട്രെങ്ത് കുറവുള്ള പെട്ടിയിലേക്ക് നൽകാൻ. റാണിയും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ 2 റാണിയും കൂടെ ആയി നമ്മൾ നല്ല അടകളുള്ള പെട്ടിയും തേനെടുക്കാൻ പറ്റാതാവും. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് എല്ലാ പെട്ടിയും ഏതാണ്ട് ഒരുപോലെ തട്ട് കയറും. അപ്പോൾ ഈ കൂടും പെട്ടെന്ന് കയറും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേടുള്ള പെട്ടികളിലേക്ക് അട എടുക്കാനോ കൊടുക്കാനോ ഒന്നും നിൽക്കരുത്. പുഴു കയറിയതും ലെസർ വാക്സ് കയറിയതും പ്രശ്നമുള്ളതുമായ പെട്ടിയിലേക്ക് അട എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യരുത്. ഇത് തേൻ സീസണ് ഒരുപാട് മുന്നേ ചെയ്യണം. ഏറ്റവും ലാസ്റ്റിൽ ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ തട്ടൊക്കെ ചെയ്യുന്നത്. ഇതിലിരിക്കുന്ന അട കഴിഞ്ഞ വർഷത്തെ അടകളാണ്. നമ്മൾ എടുത്ത പെട്ടിയും തിരിച്ച് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് അടകൾ ഒതുക്കിയിട്ട് കൊടുക്കണം. കാലിഫ്രെയിം വലത്തേക്ക്, കാലി നമുക്ക് വലതോ ഇടതോ നൽകാം, കുഴപ്പമില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിന് അനുസരിച്ചാണത്. ഏത് സൈഡിൽ വേണമെങ്കിലും ഇടാം. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പെട്ടിയും ഒരുപോലെ നമുക്ക് ആക്കിയെടുക്കാം. എല്ലാ പെട്ടിയും ഒരുപോലെ തട്ട് കയറും, ഏതാണ്ട് ഒരുപോലെ തേൻ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കൂടിൻ്റെ സ്ട്രെങ്തിൽ വ്യത്യാസം വരുന്നത് നമ്മൾ പിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന അടകളുടെ ക്വാളിറ്റിയും കുഞ്ഞീച്ചകളുടെയും പ്രായം കൂടിയ ഈച്ചകളുടെയൊക്കെ അനുപാതത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് മിക്കവാറും ഇങ്ങനെ വരുന്നത്.